എങ്ങനെയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം അത്രയും പ്രതിസന്ധിയിൽ അത്രയും വർഷം പിടിച്ചു നിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം അമാനുഷികനായതുകൊണ്ടല്ല. എന്ന് വെച്ചാൽ നമുക്ക് പ്രവാചകന്മാരെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും, പ്രവാചകന്മാരുടെ ഇത്തരം സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കും ഇവർ ഭയങ്കര അമാനുഷികരാണ്. അപ്പൊ നമുക്കത് കേൾക്കാൻ സുഖമാണ്. 950 വർഷം നൂഹ് നബി അലൈഹി ഇസ്ലാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു എന്തോ ഉള്ള കഴിവ് കൊടുത്തിട്ട് പിടിച്ചിരുന്നു. അങ്ങനെയല്ല, അദ്ദേഹം അങ്ങേയറ്റം ദൗർബല്യം അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഫദാ റബ്ബഹു അന്നി മഗ്ലൂബുൻ, പടച്ചവനെ ഞാൻ പരാജയപ്പെടുത്തനായി കൊണ്ടിരിക്കുന്നു, ഒന്ന് സഹായിക്കൂ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങേയറ്റത്തെ ദൗർബല്യ നിമിഷമാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാം പിടിച്ചു നിന്നത് ഓരോ പ്രതിസന്ധിയിലും ഓരോ നഷ്ടത്തിന്റെ നിമിഷങ്ങളിലും ഒരു കുട്ടിയെ പോലെ അള്ളാഹുവിനോട് തിരിഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളും പടച്ചവനോട് പറഞ്ഞുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പിടിച്ചു നിന്നത് എന്നുള്ളതും എന്താണ് ഖുർആന്റെ പാഠമാണ്. ഖുർആനിലെ സൂറ നൂഹില് അള്ളാഹു ഈ ഒരു നൂഹ് നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ കരഞ്ഞ അള്ളാഹിനോട് പിന്നെ എല്ലാ പ്രശ്നങ്ങളും പറയുന്ന നിമിഷങ്ങൾ. ഈ നിമിഷം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കാം, അത്രയും വർഷങ്ങള് ഓരോ ദിവസവും പുറത്തു പോയിട്ട് മനുഷ്യരെ ഇസ്ലാമിലേക്ക് സത്യത്തിലേക്ക് വിളിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ആ പ്രവാചകൻ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഒറ്റക്കിരുന്ന് എല്ലാ പരാജയവും മനസ്സിലുണ്ടാക്കിയ വേദന വെച്ചുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, പടച്ചവനെ ഞാൻ ഈ ജനതയെ എന്ത് ചെയ്തു, രാത്രിയും പകലും എന്ത് ചെയ്തു, വിളിച്ചു. പക്ഷെ അവർക്ക് എന്റെ ഓരോ വിളിയും അവരെന്നിൽ നിന്നും ഓടി അകലുന്നതാണ് പടച്ചവനെ കാണുന്നത്. ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, ഞാൻ അവരെ പരസ്യമായും രഹസ്യമായും വിളിച്ചു എന്ന് പറഞ്ഞാല് നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഈ ഓരോ പരാജയത്തിന്റെ നിമിഷത്തിലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്തിട്ട് ഈ പണി നിർത്തുകയല്ല ചെയ്യുന്നത്. ആ ഓരോ പരാജയത്തിന്റെ നിമിഷവും മനുഷ്യരോട് എല്ലാവരോടും കരഞ്ഞു പറഞ്ഞ് തന്റെ ദൗർബല്യം കാണിക്കാതെ ഉള്ളിൽ വന്ന് പടച്ചവനോട് മുസല്ലയിൽ നിന്നുകൊണ്ട് എല്ലാ വിഷമങ്ങളും പറഞ്ഞ് പിന്നെയും പൂർണ്ണ ഊർജത്തോടു കൂടി തിരിച്ചാ പണിയെടുക്കുന്നതിന്റെ ബാക്കി പത്രമാണെന്ത് ഈ 950 വർഷം എന്ന് കാണാൻ പറ്റും.